നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവരെ ആരംഭിക്കുകയാണ്. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനത്തിന് സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭാ തീരുമാനം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടും. വാർഡ് വിഭജനത്തിനായി കമ്മീഷൻ രൂപീകരിക്കാനും തീരുമാനം. സംസ്ഥാനത്ത് മഴ തുടരും. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ട്. മഴക്കാല കെടുതികളെ നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് മന്ത്രി കെ രാജൻ. കോഴിക്കോട് മഴക്കെടുതിയിൽ ഷോക്കേറ്റ് 18കാരന് ദാരുണാന്ത്യം. രാജ്യാന്തര അവയവ കടത്തിൽ കൂടുതൽ പേർ ഇരകളെന്ന സൂചന. പാലക്കാട് സ്വദേശിയുടെയും 19 ഉത്തരേന്ത്യക്കാരുടെയും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്. പ്രതി 20ലധികം പേരെ ഇറാനിലെത്തിച്ചു. ഇരയാക്കപ്പെട്ടവർക്ക് നൽകിയത് 10 ലക്ഷം രൂപ. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ. പവന് 55,000 കടന്നു. ഇന്ന് വർദ്ധിച്ചത് 400 രൂപ. 1 ഗ്രാം സ്വർണത്തിന് 6,890 രൂപ. ലോക്സഭയിലേക്കുള്ള 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഉച്ചവരെ രേഖപ്പെടുത്തിയത് ഭേദപ്പെട്ട പോളിംഗ്. വിധിയെഴുതുന്നത് റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടെ 49 മണ്ഡലങ്ങൾ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും മരിച്ചെന്ന് ഇറാന്റെ സ്ഥിരീകരണം. അപകടത്തിൽ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി. മുഹമ്മദ് മുഖ്ബർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റ്. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ വാർഡ് വിഭജനത്തിനായി ഓർഡിനൻസ് ഇറക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം.